ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റപ്പെട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നേ. രാജുവേട്ടനൊന്നും വിളിക്കുന്നത് പോലും ഇല്ലല്ലോ. ഇടി, അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാ. ചേച്ചി പറയുന്നതും രാജീവ് സാറ് പറയുന്നതും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഇങ്ങനെ പേപ്പറോടെ കൊണ്ടൊന്നും ആരും വെച്ചിട്ടില്ല, ആരും എഴുതിയിട്ടില്ല. പോകില്ല പിന്നെ അല്ല ഓ തീർന്നില്ല എന്ത് പ്രശ്നം. അല്ലാതെ പിന്നെ ഓരോ തോന്നിയാസം കൊണ്ട് നടക്കും. ഇനി ഇതിനെ മിണ്ടി പോരുത്, ഇതിനെ പണിയാക്കി പോ. ചുമ്മാ ഇവിടുത്തെ ഓരോ പേപ്പർ എടുത്തു വന്നിട്ടും ആവശ്യമില്ലാതെ സംസാരിക്കാനായിട്ട്. പറഞ്ഞിരിക്കുന്നതിൽ വല്ല സത്യമുണ്ടോ? സത്യം എന്റെ വിഷ്ണുവിന്റെ മകൾ തന്നെയാണോ? ഏതാണ് ഞാൻ വിശ്വസിക്കുക? ഈ എഴുതിയത് വിശ്വസിച്ച ഞാൻ ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം വലിയ അബദ്ധങ്ങളായി മാറുമല്ലോ എന്റെ ഭഗവാനെ. ഏതാണ് ശരി, ഏതാണ് തെറ്റ് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്റെ ഭഗവാൻ. എനിക്ക് ചതിയും വഞ്ചനയും കാട്ടിയത് നിങ്ങളുടെ മകൾ. എന്റെ മകൻ കെട്ടിയ താലിയും കഴുത്തിലിട്ടോണ്ട് മറ്റേതോ ഒരുത്തന്റെ. സത്യമേ, ഈ വീട്ടിലെ കുട്ടിയാ സത്യ. സത്യമേടെ കൊച്ചുമോള്, ഒരേ രക്തം. ഭഗവാനെ, ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ലല്ലോ. അറിയണം, അത് ഏത് വഴിക്കാണെങ്കിലും ശരി. സത്യ വിഷ്ണുവിന്റെ മകളാണെങ്കിൽ അത് അറിയുക തന്നെ വേണം. അമ്മേ, പപ്പി വെറുതെ നിർബന്ധം പിടിക്കാം. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താ കാര്യം? അവൾക്ക് ഇപ്പൊ അവളുടെ അമ്മയെ കാണണമെന്ന്. സത്യ റെഡിയായോ? ഓ, പപ്പി റെഡിയായിട്ട് വരാൻ വേണ്ടി സത്യ കാത്തു നിൽക്കുക. ശാന്തിച്ചി ഇപ്പൊ വരും. അതിന് ശാലിനി പോകുമ്പോ കുട്ടികളെ ഒപ്പം കൊണ്ടുപോയാ പോരെ? അങ്ങനെയാണല്ലോ ഇവിടെ ദിവസം ചെയ്യുന്നേ. പിന്നെന്താ ഇന്ന് മാത്രം ഒരു പ്രത്യേകത? എടി, ഇന്ന് ശാലിനി പോകുന്നില്ലല്ലോ. ഇന്നവരുടെ പുതിയ വീട്ടില് പാല് കാച്ചല്ലേ. ഓ, അപ്പൊ പിന്നെ അവളെങ്ങനെ പോവും? ഇതാരറിഞ്ഞു? അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് ആരും പറയില്ലല്ലോ. ശരിയേച്ചി, അത് പറയരുത്. സമയം കുറിപ്പിച്ച് കിട്ടിയപ്പോ ഞാൻ എല്ലാവരോടും വന്ന് പറഞ്ഞതാ. ഞാൻ എന്തായാലും വരുന്നില്ല. കടയിലെ കാര്യങ്ങൾ നോക്കി ഞാൻ ഇവിടെ നിന്നോളാം. അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. ശാരദാമ്മേ, അമ്മേടെ പപ്പി റെഡിയാവുന്നില്ല. ദേ പപ്പി, വെറുതെ നിർബന്ധം പിടിക്കരുത്. വേഗം പോയി യൂണിഫോം ഇട്ടെ, ചെല്ല്. ഓഫീസിൽ നിന്നായിരിക്കും. ഞാൻ വരുമ്പോഴേക്കും റെഡി ആയി നിൽക്കണം, കേട്ടല്ലോ? ദേ, നീ വാ. അവളിങ്ങി വന്നാ നല്ല തല്ലു കിട്ടുവേ. തടയിൽ നിന്ന് എന്നെയും തല്ലും. വെറുതെ ശാരദാമ്മയെ തല്ലു കൊള്ളിക്കണോ? എനിക്ക് എന്റെ അമ്മയെ കാണണം. കാണിക്കാന്ന് പറഞ്ഞാലേ ഞാൻ പോവും. മോളെ, അമ്മ ഹോസ്പിറ്റലാ. കുട്ടികളെ ആരും അങ്ങോട്ട് കേറ്റൂല. പിന്നെ എങ്ങനെ അമ്മയെ കാണും? അമ്മയെ റൂമിലേക്ക് മാറ്റട്ടെ. ഈ ശാരദാമ്മ കൊണ്ടുപോയി കാണിക്കും, ഉറപ്പ്, സത്യം. വാ, യൂണിഫോം ഇടാം, വാ. എനിക്ക് വേണ്ട, എനിക്ക് സ്കൂളിൽ പോണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല. ഇവിടെ ഇരുന്ന വാശി കൂടും. നടക്കങ്ങോട്ട്. സത്യേ, ദാ പപ്പിയെ കൊണ്ടുപോയി യൂണിഫോം ഇടിപ്പിക്ക്. ചെല്ല് ചെല്ല്. നീ എന്തടി പറഞ്ഞത്? നീ വരുന്നില്ല, കടയിലെ കാര്യങ്ങൾ നോക്കി നിന്നോളാന്നല്ലേ? നീ വരുന്നില്ലെങ്കിൽ വേണ്ട, വരണ്ട. നിങ്ങൾക്കൊക്കെ വേണ്ടിയേ
ഒരുപാട് ഓടുന്നവളാ ശാലിനി. അവളുടെ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിലേ അവളുടെ ഇനിയുള്ള സമീപനവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ പിന്നെ എന്നോട് പരിഭവം പറഞ്ഞ് വന്നേക്കരുത്, അവള് ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്ന്. എന്റെ എന്ത് കാര്യം അമ്മേ ശാലിനി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നേ? എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതോ? അതാണോ വലിയ ആനക്കാര്യം പോലെ അമ്മ പറഞ്ഞുകൊണ്ട് വരുന്നേ? എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റപ്പെട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നേ. രാജീവേട്ടനൊന്നും വിളിക്കുന്നത് പോലും ഇല്ലല്ലോ. ഇടി, അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാ. ചേച്ചി പറയുന്നതും രാജീവ് സാറ് പറയുന്നതും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്, എന്തൊക്കെ ഒളിവുകളുണ്ട്. അത് രണ്ടുപേരും വിട്ടു പറയുന്നുമില്ല. അതെന്താണെന്നും അത് ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് അറിയാതെ ഞങ്ങൾ എങ്ങനെ ഇതിലൊരു അഭിപ്രായം പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും തന്നെ സംസാരിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. ഇനി സംസാരിച്ച് നടന്നില്ലെങ്കിൽ പറ, ഞങ്ങൾ സംസാരിക്കാം. ഇതിൽ കൂടുതൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാനാവില്ല. ശാരദാമ്മേ, ദേ പപ്പി യൂണിഫോം ഇടുന്നില്ല. ഇവളെ ഇന്ന് ഞാൻ ശാലിനി, എടി അവളൊന്നും ചെയ്യല്ലേ ശാലിനി. ഓ, കാര്യം വരുമ്പോ അല്ലെങ്കിൽ അമ്മയും മോളും ഒന്നാ, ബാക്കിയുള്ളവര് പുറത്ത്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. പൊന്നിന്ന് തന്നെയല്ലേ പേര്? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആ, അത് തന്നെ. ആ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഇത്തായ്ക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് പിന്നെ നൂർജഹാന്റെ കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ആ, ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പോഴങ്ങോട്ടൊന്നും നൂർജഹാനെ കാണാനേ ഇല്ലല്ലോ. അല്ലെങ്കിൽ എപ്പോ സമയം കിട്ടിയാലും അങ്ങോട്ട് ഓടി വരുന്ന ആളായിരുന്നു. ശരിക്കും അവളിപ്പോ വീട്ടുതടങ്കലിലെ പോലെയാ. നൂറ് ഭയങ്കര സങ്കടത്തിലുവാ. കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം. നൂർജഹാന്റെ കാര്യത്തിൽ സത്യാമ്മയ്ക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കുന്നവരുടെ മനസ്സ് കാണാൻ പറ്റാത്തവരോട് എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം? നസീർ എവിടേക്കോ പോയി കറങ്ങി നടക്കുക. അവൻ നേരത്തെ ഇങ്ങനെ തന്നെയാ, നിന്ന നിപ്പി പോയി കളയും, മുന്നും പിന്നും ഒന്നും നോക്കൂല. വീട്ടിലിരിക്കുന്നവരുടെ സങ്കടമൊന്നും അവനെ ബാധിക്കുകയില്ല. പക്ഷെ നസീറിന്റെ ബാപ്പ വലിയ വാശിയില. നൂറിന്റെ പെരുമാറ്റം കൊണ്ടാ നസീർ മാറി നിൽക്കുന്നെന്നാ പുള്ളിക്കാരൻ പറയുന്നത്.